ഒന്നും ഭയപ്പെടേണ്ടൂരത്തിനില്ലേ ഇന്ന ഭാരതോ ഒന്നും ഭയപ്പെടേണ്ടൂരത്തിനില്ലേ തോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർക്കുക സ്തുതിച്ചിടുക തോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർക്കുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക
നമസ്കരിക്കാം. അവിടങ്ങളിൽ നമ്മുടെ മഹായോഗത്തിന്റെ പ്രാരംഭരാത്രികാലം നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരുന്ന ഇന്നും നാളെയും നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി കർത്തൃകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരുന്നാട്ടെ. എല്ലാവരും കണ്ണുകളടച്ച ഒരു നിമിഷം സ്തോത്രം ചെയ്ത പ്രാർത്ഥനയോടെ ദൈവപദവിടങ്ങളിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ വാഴൂർ സെന്ററിന്റെ കൺവെൻഷന്റെ ആരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പന്തലിനുള്ളിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി നീ ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സെന്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന കർത്താവിൽ ശ്രേഷ്ഠനായ പാസ്റ്റർ കർത്താവെ സജീപ് മഹത്തിയുടെയും കുടുംബത്തെയും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം ഈ പ്രവർത്തനം അനുഗ്രഹമാക്കി നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഇപ്രകാരം കർത്താവെ ഈ പ്രാരംഭ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് പാടി കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ക്രൈസ്തലോ എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വചനം അതേ കർത്താവെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഈ ദേശത്തോട് അറിയിപ്പാൻ കർത്താവെ നീ കൂട്ടി വരുത്തിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്ന ഞങ്ങൾക്കത് രക്ഷയാണല്ലോ. ആ രക്ഷയുടെ ദൂത് അറിയിപ്പാൻ ഞങ്ങളുടെ വലിയ ദാസനെ ദൈവം ശക്തീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങളായി ഈ വാഴൂരിന്റെ ദേശത്ത് കർത്താവെ ആമേ മുഴുങ്ങിക്കേൾക്കുന്ന ദൈവവചനം ഈ ദേശം ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ ഞങ്ങൾ ദൈവത്തോട് ഈ അതേ പ്രാർത്ഥിക്കുകയാണ്. ഈ സെന്ററിനെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ കൺവെൻഷൻ മുഖാന്തരം സെന്ററിന് അനുഗ്രഹമായി തീരുവാൻ അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ശബ്ദവും വെളിച്ചവും എല്ലാം കർത്താവ് നിയന്ത്രിക്കണം. ഇവിടെ കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല തിരുനാമത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നല്ലത് മനോഹരമായ ഒരു സന്ധ്യാസമയം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വഴൂർ സെൻട്രൽ കൺവെൻഷൻ കർത്താവെ 10ാമത് സെൻട്രൽ കൺവെൻഷന്റെ ആദ്യ ദിനം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൽക്കാലത്തെ മീറ്റിംഗിൽ അനുഗ്രഹമാക്കിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ തന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയില് കർത്താവെ അങ്ങയുടെ ദാസനിൽ കൂടെ മാറ്റമില്ലാത്ത വചനം ഇവിടെ പ്രഘോഷിക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, ചില രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അത് ഉതകുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്റെ വായോടും നാവോടും അങ്ങ് കൂടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ എല്ലാം മാനിക്കുമാറണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സെൻട്രൽ മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയുണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വലിയ പദ്ധതി ഉള്ളതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലെ കർത്താവെ വലിയൊരു ആത്മചലനം ഇവിടെ നടക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പത്താമത് മഹായോഗത്തിൽ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 2025 ആണ്ടിന്റെ പ്രാരംഭത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വാഴൂർ സെന്ററിന്റെ 10ാമത് മഹായോഗത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 9 യോഗങ്ങളും മറ്റുള്ളതായിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നടത്തുവാൻ ദൈവമോട് ഇടയാക്കി. ഈ വർഷകാലം
മുതൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടി സുവിശേഷം കേൾക്കത്തക്കതായ നിലകളിൽ ദൈവ ശുശ്രൂഷ കേൾക്കത്തതായ നിലകളിൽ ദൈവം നമ്മളെ ഒരുക്കുവാൻ പോകുന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസുള്ള കർത്താവിന്റെ പാദപീഠങ്ങളിൽ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ മധ്യത്തിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ പ്രൈസുള്ള കർത്താവിൽ അനുഗ്രഹിക്കുന്നതിനും ബഹുമാനീയനുമായിരിക്കുന്നതായ പ്രിയപ്പെട്ടതായിരിക്കുന്ന ചാക്കോസ നമ്മുടെ മധ്യത്തിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസുള്ള ഈ മഹായുഗത്തിലേക്ക് പ്രിയ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ്. എനിക്ക് വളരെയേറെ ദീർഘവർഷങ്ങളായി ഞങ്ങൾ ബന്ധമാണ്. കർത്താവിന്റെ ദാസന് രചിക്കുന്നതായിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഷണൈപാസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകുവാൻ ഇടയായിട്ടുള്ളതൊക്കെ വായിപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് കുറവലങ്ങാട് പ്രൈസ് ലോർഡ് ശുശ്രൂഷകൻ സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്നതായ പാസ്റ്റർ സുനിൽ വേട്ടമലയെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് ലോർഡ് സുവിശേഷ യോഗത്തിന് വേണ്ടി വിളിച്ച പ്രസംഗിപ്പാൻ കാഞ്ഞിരമെന്നായിരിക്കുന്ന സ്ഥലത്ത് പ്രസംഗിപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അനേക സുവിശേഷ യോഗങ്ങളിൽ വിളിച്ച് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവിടുന്ന് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന ദൈവത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മഹായോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും ആദരനും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതായ ദൈവിക ശുശ്രൂഷകളിൽ അപ്പോൾ തന്നെ എഴുത്തുകാരനും ദുരുപദേശത്തിനെതിരെ വളരെ ശക്തമായി നിന്നുകൊണ്ട് പോരാടുന്നതായിരിക്കുന്ന അനിൽ സാറിനെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. നടത്തിയപ്പോൾ 20 ദിവസമായിരുന്നു. 20 പാട്ടുകാരാണ്, 20 കൊയറാണ്. അന്ന് നിത്യത മുതൽ ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയായിരിക്കുന്ന 20 വിഷയമാ. അന്ന് സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേലിൽ നിന്നും താഴോട്ടിറങ്ങരുത്. ഹല്ലേലൂയ. ഭൂതകാല നിത്യതയിൽ സ്തോത്രം സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിച്ചതായിരിക്കുന്നതായ സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ മഹായോഗത്തിൽ പ്രാരംഭത്തിൽ ദൈവം ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം തന്റെ വൃദ്ധനെ കണ്ടതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ മഹായോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതായ ദൈവവൃത്യൻ പ്രിയപ്പെട്ടതായിരിക്കുന്നതായ ഇന്ത്യ പെന്തക്കോസ്ത് വേൾഡ് സെൻട്രൽ മനസ്സിലായിരിക്കുന്നതായ സജിപി മാത്യു അവരുകളെ ഓർത്ത ദൈവത്തെ വാഴ്ത്തുന്നു. സാറിന്റെ വലിയ ദർശനവും കാഴ്ചപ്പാടുമാണ് ഈ സെൻട്രലിനെ അനുഗ്രഹിക്കപ്പെടുന്നതായ നിലകളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നോടൊപ്പം ആയിരിക്കുന്നതായ ദൈവവൃദ്ധന്മാരെ എല്ലാവരും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഈ മഹായോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പല ദൈവത്തിന്റെ അഭിഷിക്തന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് സമയം വളരെ മുൻപോട്ട് കടന്നു പോകുന്നു. ദൈവസന്നിധി യോഗം ഈ 2025 ആണ്ട് 10ാമത് മഹായോഗം ദൈവസനിൽ പ്രാർത്ഥിച്ച സമർപ്പിച്ച ഉദ്ഘാടനം ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ സജിപി മാത്യുവിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. കർത്താവിലാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ ഷനായി അവറുകൾ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഞാൻ സഹോദരതുല്യനായി സ്നേഹിക്കുന്ന പാസ്റ്റർ സുനിൽ വേട്ടമല കുറവലങ്ങാട് സെൻട്രൽ പാസ്റ്ററും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും അനുഗ്രഹീതനായ കൺവെൻഷൻ പ്രസംഗകനുമായ പാസ്റ്റർ സുനിൽ വേട്ടമല, ഈ സ്ഥലവും ഈ കൺവെൻഷന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്ന പ്രിയ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ ചാക്കോ സാർ, അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാനിവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല.
ഈ ദേശത്തുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൺവെൻഷൻ ഈ പന്തലിൽ വെച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കൂടാനിടയായി തീർന്നു. പ്രിയ സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടാതെ ഇന്ന് രാത്രി നമ്മുടെ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുന്നതിനായി നമ്മുടെ നടുവിലാഗതനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹിതനായ പാസ്റ്റർ അനിൽ കുരുത്തോട്ടം അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദീർഘനാളുകളായി പ്രിയ കർത്തൃദാസനെ നമ്മുടെ സെൻട്രലിലെ കൺവെൻഷനിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ലൂടെ ദൈവവചനം കേൾക്കണമെന്ന് വളരെ ആഗ്രഹിക്കാനിടയായി. കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ വിളിച്ചുവെങ്കിലും നമ്മുടെ ഡേറ്റിൽ അദ്ദേഹത്തിന് മറ്റൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ലഭിച്ചില്ല. എന്നാൽ ഈ വർഷം നമുക്ക് നമ്മുടെ 10ാമത് സുവിശേഷ മഹായോഗത്തിൽ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സ്തുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ GMI കോട്ടയം വോയിസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് കേൾപ്പാനിടയായി. നാം എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പാടി ആരാധിപ്പാൻ കൃപ നൽകിയല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതലായി നമുക്ക് ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള അവകാശമുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ട് 1-2 കാര്യങ്ങൾ വളരെ വേഗം ഞാൻ ഓർപ്പിച്ച് ഈ ഉദ്ഘാടന ശുശ്രൂഷകൾ ഞാനിവിടെ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ മുമ്പിലിരിക്കുന്ന ദേവദാസന്മാർ പലരുമുണ്ട്. എല്ലാവരിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഈ സെൻട്രൽ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സുവിശേഷ മഹായോഗം പോലെയല്ല. ഇത് വർഷത്തിലൊരിക്കൽ കൂടുന്ന സെൻട്രലിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഒരു സുവിശേഷ ഒരാത്മീക സംഗമം കൂടെയാണ് സെൻട്രൽ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ തന്നെ വൈകിട്ടത്തെ പൊതുയോഗം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിനായി വേർതിരിക്കപ്പെടുന്ന ആത്മീക സംഗമവും സുവിശേഷ പ്രസംഗവും കൂടെ സമ്മേളിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ് സെൻട്രൽ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് രാത്രി സുവിശേഷ പ്രഘോഷണമാണ് ഈ ദേശത്തോട് അറിയിക്കുന്നതിന് വേണ്ടി ഒരു വലിയ താല്പര്യത്തോടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. സുവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അനുഗ്രഹിതനായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു മാനവരാശിയുടെ പാപപരിഹാരത്തിനായി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്കൊരു വലിയ വിഷൻ നൽകുകയാണ്. ഒരു വലിയ നിയോഗം നൽകുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക്. കർത്താവ് ആ ശിഷ്യന്മാർക്ക് നിയോഗം നൽകുന്നതിന് മുമ്പ് കർത്താവ് 2 സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. യേശു ഒന്നാമതായി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ നിയോഗം നൽകുന്നതിന് മുൻപ് യേശു തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. യേശു ആരാണ്? യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന ഒരു യേശു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഈ സകല അധികാരവുമുള്ള യേശു നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഈ രാത്രി ചില അത്ഭുതങ്ങളുടെ രാത്രിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങൾ നടത്തപ്പെടുന്ന കൺവെൻഷനിൽ ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ പന്തലിനകത്ത് നടക്കും. വിദേശത്ത് ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും. കാരണം സകലത്തിൻ്റെയും അധികാരമുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. യേശു 3 കാര്യങ്ങൾ തന്നെ ശിഷ്യന്മാരോട് പറയുന്നു. ഒന്ന്, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നാണ് യേശു ആദ്യം പറഞ്ഞത്. സ്തോത്രം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയാം. നിങ്ങൾ സകലരോടും പോയി സുവിശേഷം പ്രസംഗിച്ച് സകലരെയും നിങ്ങൾ യേശുവിന്റെ അനുയായികളായി തീർക്കുക എന്നുള്ളതാണ്. ഒന്നിനെ പറഞ്ഞാൽ സകല മാനവജാതികളെയും നിങ്ങൾ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് യേശു പറയുന്നു, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം.
സ്തോത്രം. സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്ന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. വിശ്വാസ സ്നാനത്തിലൂടെ ത്രിയേക ദൈവത്തോട് ഏകീഭവിക്കുന്ന ഇതാണ് യേശു പറഞ്ഞ സ്നാനം എന്ന് പറയുന്നത്. വേഗം മുൻപോട്ട് പോകട്ടെ. മൂന്നാമതായി യേശു ആ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും സകല ജാതികളെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ എൻ്റെ വചനം പഠിപ്പിക്കണം. നിങ്ങൾ അവരെ എൻ്റെ വചനം പഠിപ്പിക്കണം. ഇവിടെ ആത്മീക ജീവിതത്തിന് ആവശ്യമായ ക്രിസ്തുവിന്റെ കൽപ്പനകൾ അവരെ അഭ്യസിപ്പിക്കുവാനായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ 3 കാര്യങ്ങൾ പറയുവാനിടയായി. എന്നാൽ യേശു ആ നിയോഗം നൽകിയതിന് ശേഷം അവസാനമായി യേശു പറഞ്ഞു നിർത്തുന്നൊരു കാര്യമുണ്ട്. യുഗാന്ത്യം വരെ നിലനിൽക്കുന്ന തൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തം രക്ഷകൻ ഈ ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ വാഗ്ദത്തം? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ മഹനീയമായ നിയോഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ശിഷ്യന്മാരെ, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള കർത്താവാണ്. നിങ്ങൾ ഈ നിയോഗം ഏറ്റുകൊണ്ട് ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏകരല്ല, നിങ്ങളോടൊപ്പം എൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശുവിന്റെ ആ വാക്കിന്റെ ആധികാരികത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേ ആധികാരികതയിൽ നിലനിൽക്കുകയാണ്. സ്തോത്രം. സുവിശേഷം ഘോഷിക്കുന്ന ശിഷ്യന്മാരെ, ഈ ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ ഏകരല്ല. സ്തോത്രം. സുവിശേഷ ഘോഷണത്തിന് അനേക വെല്ലുവിളികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 10ാമത് സുവിശേഷ മഹായോഗത്തിന്റെ ഈ പ്രഥമ രാത്രിയിൽ ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ സഹായമറ്റവരല്ല. ലോകത്തിന്റെ അറ്റം വരെയും നിങ്ങളുടെ സഞ്ചാര പദങ്ങളിൽ അവരുടെ സഹായമുണ്ട് എന്നുള്ള വാഗ്ദത്തം യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സുവിശേഷ ദൗത്യം ഇന്ന് വരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതേ, ഈ സുവിശേഷ മഹായോഗത്തിന്റെ ആ വലിയ നിയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. അതേ കർത്താവ്, ഈ ദേശത്ത് ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. അതിനോടൊപ്പം നമ്മുടെ കരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ മഹായോഗം ചില പാപികൾ രക്ഷിക്കപ്പെടുന്ന രാത്രിയായി മാറണം. ഹല്ലേലൂയ. ഒരു സുവിശേഷ മഹായോഗം നടത്തി എന്നുള്ള ക്രെഡിറ്റ് അല്ല നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടി വന്ന് ദൈവവചനം കേട്ടു മടങ്ങിപ്പോയി എന്നുള്ളതല്ല നമുക്ക് ഇന്ന് രാത്രി ആവശ്യം. ഈ രാത്രി ദേശത്തോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ചില പാപികൾ മാനസാന്തരപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. രോഗികൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുന്ന രാത്രിയായി മാറണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ചുരുക്കമായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷമായി IPC വാടൂർ സെന്ററിന്റെ സെന്റർ സെക്രട്ടറി അനിൽ പി മുൻപിലേക്ക് കടന്നു വന്ന് 103-ാം സങ്കീർത്തനം വായിക്കുകയും അതിനുശേഷമായി കുറേർ ചില ഗാനത്തിന്റെ 4 ലൈനിലൂടെ ആലപിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കും. ഇപ്പോൾ കർത്തൃദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസൻ കൂടെ ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. ഈ ദേശത്തോട് ദൂതറിയിപ്പാൻ അവിടെ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഭൂമിയുടെ അറ്റത്തോളം അവിടെ വചനമായി കടന്നു പോകുവാൻ ഞങ്ങൾക്ക് എന്ന നിയോഗം നൽകി. ആ നിയോഗത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രികാലമായിരിക്കുന്നു. ഈ വചനഗഡിയിലൂടെ ഒരു വലിയ വിടുതൽ ദേശത്ത് സംഭവിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദൈവജനം ഒന്നുകൂടി ഉണർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.
അവൻ നിന്റെ അകർച്ചയുമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവന കഴുകനെ പോലെ പുതുവരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിക്കുന്നു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും മത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്താചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഗാനം ആലപിക്കുന്ന സമയത്ത് ധ്യാനത്തോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞ കർത്താവ് ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട് സദൃശ്യമാകുള്ള പാദമുള്ളവനായി, പെരുവെള്ളത്തേക്കാൾ ഇമ്പമേറു ശബ്ദമുള്ളവനായി ഈ രാത്രി ഹല്ലേലൂയ നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളപ്പുടെ നടുവിലൂടെ ഉലാവുന്ന കർത്താവിന്റെ രാത്രി ഈ പന്തലിനകത്ത് നെടുകയും കുറുകയും ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവത്തിലേക്ക് അടച്ചുകൊണ്ട് അല്പസമയ സ്തുതി സ്തോത്രങ്ങളാൽ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവജനം ഒരുമിച്ച് ആരാധിച്ചപ്പോൾ എരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണെങ്കിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കരങ്ങളടിച്ച് ദൈവസന്നിധി കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ വാതിലുകൾ തുറന്നുപോയി, ചങ്ങലകൾ പൊട്ടി അഴിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് അല്പസമയം ആരാധിക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങൾ ഈ ദേശത്ത് നടക്കാൻ പോവുകയാണ്. ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന ഈ അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ വാതിലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടാൻ പോവുകയാണ്. എല്ലാ കരങ്ങളും ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു നാമം ചലിക്കാതിരിക്കരുത്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം ആരാധിക്കുമ്പോൾ
ദേശത്തെ അടക്കി ഭരിക്കുന്ന അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പോരാടുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടാൻ പോകുക. നമുക്ക് അല്പസമയം എല്ലാവരും ആരാധിക്കാം. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ വാടൂർ സെന്റർ 10ാമത് സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ ദീർഘദിവസങ്ങളായി ദൈവത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പന്തലിന്റെ അകത്ത് അവിടുന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ഈ രാത്രി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വലിയൊരു ദൈവഭൃത്യനായി പ്രാർത്ഥിക്കുന്നു. ശക്തമായി നിന്റെ വചനം പ്രഘോഷിപ്പിക്കുമ്പോൾ ഈ പന്തലിന്റെ അകത്തും പന്തലിന്റെ പുറത്തുമായി ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലുണ്ടാകുവാൻ, ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില രോഗികൾ സൗഖ്യമാകുവാൻ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവർത്തികളാലും അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കപ്പെടുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. പന്തലിനകത്ത് സുവിശേഷത്തിന്റെ വലിയ മഹാമാരി പെയ്തിറങ്ങണമേ കർത്താവേ. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിന് മേൽ ഓരോ സെക്ഷന്റെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കൊയറിനായി സ്തോത്രം. ഇതിന്റെ കൺവീനേഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ കൺവെൻഷൻ ആദ്യോടന്തം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ വാഴൂർ സെന്റർ 10ാമത് സുവിശേഷ മഹായോഗത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 2025 ആണ്ട് ഈ ഫെബ്രുവരി മാസം 8-9 ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കുന്ന നമ്മുടെ 10ാമത് സുവിശേഷ മഹായോഗം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവസനിൽ പ്രാർത്ഥിച്ച സമർപ്പിച്ച ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ സംരംഭമായിരിക്കുന്ന ദൈവവൃത്തിനെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. സടരുവായിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും കർത്തദാസന്മാരായിരിക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം തൻ്റെ വൃത്തിനെ ദീർഘായുസ്സോടുകൂടെ തുടർന്ന ദൈവിക ശുശ്രൂഷയിൽ നിർത്തുമാറാകട്ടെ. തുടർന്ന് നമ്മുടെ ഈ മഹായോഗം ഒന്ന് ആശീർവദിക്കുവാൻ, നമ്മളെല്ലാവരെയും ഒന്ന് ആശീർവദിക്കുവാൻ സർവശക്തനാം ദൈവത്തിൻ്റെ പാദപീഠങ്ങളിൽ ബഹുമാന്യനും ആദരനും നല്ല അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവ വൃത്തിനുമായിരിക്കുന്നതായ കുറവനങ്ങാട് സെൻട്രൽ മിനിസ്റ്ററും നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിലും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രഭാഷകനും എഴുത്തുകാരനും വളരെ ശാന്തതയും സമാധാനത്തിലൂടെ ശുശ്രൂഷകൾ നമ്മളോട് ഇടപെട്ട ശുശ്രൂഷയിലേക്ക് വളരെയേറെ ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കുന്നതായ ദൈവവൃത്തൻ സുനിൽ വെട്ടമല സാർ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന ചില ആശംസാ വാക്കുകൾ
നമ്മളോട് പറയുന്നതായിരിക്കും. അതിനായി സാറിനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.